അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അമ്മാ ബഅദ്. ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിയ 4 വനിതകളിൽ സത്യസാക്ഷികളായ 2 പേരിൽ ഒരാൾ ആസിയ റളിയല്ലാഹു അൻഹയാണ്. ധിക്കാരിയായ ഫിർഔനിന്റെ ഭാര്യയാണ് ആസിയ റളിയല്ലാഹു അൻഹ. ഫിറൗനിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചൊല്ലണം. അള്ളാഹുവിന്റെ ശാപം അവനിൽ ഉണ്ടാവട്ടെ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത്രക്ക് ദുഷ്ടനായിരുന്നു അവൻ. അള്ളാഹുവിൻ്റെ ശത്രുവായിരുന്നു, ധിക്കാരിയായ ഭരണാധികാരിയും. ആ ധിക്കാരിയുടെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. മൂസാ നബിയുടെ ഇസ്ലാമിനെ അള്ളാഹുവിൻ്റെ ദൂതനായി അംഗീകരിക്കുകയാണ്. തൗറാത്തിനെ വേദഗ്രന്ഥമായി സ്വീകരിക്കുകയാണ്. ഫിറഔൻ സത്യവിശ്വാസം കൈവിടാൻ നിർബന്ധിക്കുകയും ശിക്ഷാ നടപടികൾ തുടങ്ങുകയും ചെയ്തപ്പോൾ ആസിയ ബീവിയുടെ പ്രാർത്ഥന ഇതായിരുന്നു: അള്ളാഹുവെ, സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് തരണം. പാദങ്ങൾ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തണം. പരീക്ഷണങ്ങളിൽ പതറിപ്പോവാതെ കാത്തുകൊള്ളണം. പ്രാർത്ഥന ഫലിക്കുകയാണ്. പതറിപ്പോയില്ല, കൽബ് ഇടറിയില്ല. തൗഹീദിൽ ഉറച്ചു നിന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ കലീമുല്ലാഹ്, വീരരക്തസാക്ഷിയായി കണ്ണുകൾ അടയുകയാണ്. തഹരീം സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സംഭവം വിവരിക്കുന്നുണ്ട്. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ് വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. വിശ്വസിച്ചവർക്കും അള്ളാഹു ഒരു ഉദാഹരണം എടുത്തുകാട്ടുകയാണ്. ഫിർഔനിൻ്റെ ഭാര്യയെ, അതായത് അവർ പറഞ്ഞ സന്ദർഭം: എൻ്റെ റബ്ബേ, എനിക്ക് നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീട് സ്ഥാപിച്ചു തരണം. ഫിർഔനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണം. അക്രമികളായ ജനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ എന്നായിരുന്നു അവർ പ്രാർത്ഥിച്ചത്.